ഹലോ എവ്രി വൺ, ദിസ് അഹമ്മദ് അഫ്സൽ. ഈ റമദാനിലെ വീക്കെൻഡിൽ ഞാൻ ഉച്ചവരെ വെറുതെ ഇരിക്കലാണ്. അതിനുശേഷം ഫുള്ള് റെസ്റ്റ് എടുക്കലും. അങ്ങനെ വീട്ടിൽ റെസ്റ്റ് എടുക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വൈഫ് എന്നോട് പറഞ്ഞത്, ഇന്ന് നമുക്ക് ഈദ് ഷോപ്പിംഗ് നടത്തിയാലോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, പാവ ആദ്യമായിട്ട് ഒരു ആഗ്രഹം പറഞ്ഞല്ലേ. ഇവിടെ കണക്കിൽ 4 തരം ഷോപ്പിംഗ് ആണുള്ളത്. ആദ്യം ഡ്രസ്സിനെ കാണാൻ പോകുന്നു, പിന്നെ ചൂസ് ചെയ്യാൻ പോകുന്നു, പിന്നെ വാങ്ങിക്കാൻ പോകുന്നു, പിന്നെ ചേഞ്ച് ചെയ്യാൻ പോകുന്നു. അങ്ങനെ 4ാമത്തെ ഘട്ടത്തിലെ 2ാമത്തെ ലെവലിലാണ് ഞാനിപ്പോ ഉള്ളത്. ഈ ലെവൽ കൂടാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യും. നാട്ടിലെ ഷോപ്പ് ഒന്നും പൊടിക്കായിട്ട് കാഞ്ഞങ്ങാടിൽ ഏതോ ഒരു ഷോപ്പിക നടന്ന ഷോപ്പിലേക്കാണ് കൊണ്ടുപോയി. ഉള്ളിലേക്ക് കയറിയപ്പോ എന്റെ ഫുട്ബോൾ സ്റ്റേഡിയം കണ്ട് എത്ര നടന്നെങ്കിലും തീരുന്നില്ല. 4 തട്ടുള്ള ബിൽഡിംഗിൽ 50ഓളം സ്റ്റാഫ് കടന്ന് പരിശ്രമിച്ചിട്ട് എന്റെ പൊണ്ടാട്ടിക്ക് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറ്റി. കാരണം ഓള് കുറച്ച് ഫാഷൻ സെൻസ് ഉള്ള ആളാണ്. അങ്ങനെ ഏതായാലും അതുവരെ പോയതല്ലേ നടത്തി നമ്മൊരു ഷർട്ടും വാങ്ങിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു. ഏകദേശം മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. സോ പള്ളിയിൽ പോയി നോമ്പ് തുറന്ന് നിസ്കരിച്ചതിന് ശേഷം വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. കാഞ്ഞങ്ങാട് കിട്ടാത്ത സാധനം കാസർഗോഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ബോസ് വീണ്ടും തെരച്ചിൽ തുടങ്ങി. അങ്ങനെ 168 ഷോപ്പ് കയറി ഇറങ്ങിയതിനു ശേഷം അൽഹംദുലില്ലാ എന്റെ ഒരു ഡ്രസ്സ് കിട്ടി. പിന്നെ പോയത് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ചെരുപ്പ് നോക്കുമ്പോൾ എറിഞ്ഞാ വേദനിക്കോ എന്ന് പറഞ്ഞ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് നോക്കോടുത്തു. കാരണം നമുക്ക് നമ്മുടെ സേഫ്റ്റിയും പ്രധാനമാണ്. അതപ്പുറത്ത് തന്നെ പോലെ തന്നെ ഒരു ഹതഭാഗ്യവാൻ കുഞ്ഞിനെയും പിടിച്ചിട്ട് നിൽക്കും. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുടം കൽക്കി കുടുംബം കൽക്കി എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ കുടിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. ബൈ.